പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നിലമ്പൂർ. ഞാനിന്ന് പറയുന്നത് മംഗല്യഭാഗ്യമാണ്. മംഗല്യഭാഗ്യം. ഈ മംഗല്യഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴൊന്നും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല. കാരണം ഒരുപാട് പേര് ജാതകദോഷം, അതുപോലെ തന്നെ ജാതിപരമായിട്ടുള്ള അതിനനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ട് വിവാഹത്തിന്. അപ്പോൾ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്തി കൊടുക്കുന്ന ഒരു സമ്പ്രദായം വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിലമ്പൂർ സ്നേഹാലയം പാവപ്പെട്ട അശരണരായ ആളുകളെ തന്നെ 17 കുട്ടികളുടെ അല്ലെങ്കിൽ 17 പേരുടെ വിവാഹമാണ് നിലമ്പൂർ സ്നേഹാലയത്തിൽ മാത്രം നടത്തിയിരിക്കുന്നത്. എല്ലാം തന്നെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ വരുന്ന വിവാഹങ്ങളൊക്കെ കൂടുതൽ സ്നേഹാലയത്തെ ആശ്രയിച്ച് കഴിഞ്ഞ കുട്ടികളുടെ വിവാഹമാണ് നമ്മൾ നടത്തിക്കൊടുത്തത്. അതുപോലെ തന്നെ ഇതിനു വേണ്ട ഫണ്ട് കണ്ടെത്തുന്നത് വളരെ ക്ലേശകരമാണ്. കാരണം പാവപ്പെട്ട ആളുകൾക്കുള്ള വിവാഹം, അവർക്ക് വസ്ത്രം വേണം, ആഭരണം വേണം, ഭക്ഷണം വേണം, മറ്റു അനുബന്ധ സാധനങ്ങളൊക്കെ നമ്മൾക്ക് തയ്യാറാക്കണമല്ലോ. അപ്പോൾ എന്തായാലും നിലമ്പൂർ സ്നേഹാലയത്തിലെ ഭാഗമായിട്ടുള്ള നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ എല്ലാവരുടെയും ആരുടെയും വിവാഹം ഭംഗിയായിട്ട് നടത്തി കൊടുക്കാൻ തീരുമാനിച്ച വിവരം എല്ലാവരും അറിയിച്ചു കൊള്ളുകയാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളുടെ 17 വിവാഹമാണ് ഇതിനോടകം നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ഈ ട്രസ്റ്റ് നടത്തി കൊടുത്തിട്ടുള്ളത്. അതിലൊരു സന്തോഷം മലപ്പുറത്തുള്ള മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ലീന ഡോക്ടറുടെ സഹായം എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. കാരണം നമ്മുടെ ഈ കുട്ടികളിലെ വിവാഹത്തിന് വേണ്ട ആഭരണങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക സഹായമൊക്കെ പലതവണ വർഷങ്ങളായിട്ട് നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്നേഹനിധിയാണ് ഡോക്ടർ ലീന. കൂടാതെ മൂത്തേടം രാജമ്മ ടീച്ചർ നമ്മുടെ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരിയാണ്. ടീച്ചറുടെ സഹായം നമുക്ക് ചെറുതല്ല. ഒരുപാട് പ്രാവശ്യങ്ങളായിട്ട് നമ്മുടെ സ്നേഹാലയത്തിന് വേണ്ടി ടീച്ചർ പരിശ്രമിക്കുന്നുണ്ട്. ഒരുപാട് സഹായം തന്ന് ഇന്നും സ്നേഹാലയത്തിൻ്റെ ജീവനാടി ടീച്ചറമ്മ തന്നെയാണ്. അതുപോലെ തന്നെ രാധാ ദിവാകരൻ നിലമ്പൂർ ചക്കാലുകുത്ത് NSSൻ്റെ അടുത്തുള്ള എൻ്റെ സ്നേഹനിധിയായ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. ടീച്ചറുടെ വക സഹായവും ഇന്ന് സ്നേഹാലയത്തിൽ അതും ഏറെ കാലങ്ങളായിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ഒരു കൊച്ചു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധു കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാനും മറ്റുമായിട്ടുള്ള സാമ്പത്തിക പ്രയാസം ഏറെ നേരിടുന്ന ഒരു ട്രസ്റ്റാണ് ഈ പാഞ്ചജന്യം ട്രസ്റ്റ് അല്ലെങ്കിൽ നിലമ്പൂർ സ്നേഹാലയം. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ മക്കളുടെ പൊന്നോമനകളുടെ വിവാഹ ദിവസം ഈ സ്നേഹാലയത്തിലേക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അതുപോലെ തന്നെ വിവാഹം ദിവനം ഇവിടെ ഇനി അടുത്ത വിവാഹം വരാനാവുന്നു. 2 മാസം കഴിഞ്ഞാൽ വീണ്ടും ഒരു വിവാഹം ഇവിടെ വരികയാണ്. നമ്മുടെ സ്നേഹാലയത്തിലെ കുട്ടിയുടെ തന്നെയാണ്. കൂടുതൽ പേരുടെയും മഞ്ചേരി തിരുമണിക്കര ക്ഷേത്രത്തിലായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ഇപ്പോൾ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലാണ് വിവാഹമെല്ലാം നടത്തിക്കൊടുക്കുന്നത്. അപ്പോൾ ഈ വിവാഹത്തിനും വരാൻ പോകുന്ന വിവാഹത്തിനും വേണ്ട ആഭരണങ്ങളായിട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങളായിട്ടും അതുപോലെ ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ്. നിങ്ങൾക്കും ഞങ്ങളെ സഹായിക്കാം. അതുപോലെ ഈ പാവപ്പെട്ട ആളുകൾ
വിവാഹത്തിൻ്റെ ആവശ്യാർത്ഥമാവട്ടെ, ഭക്ഷണത്തിൻ്റെ ആവട്ടെ, നിലമ്പൂർ സ്നേഹാലയവുമായിട്ട് ബന്ധപ്പെടുക. കഴിയുന്ന സഹായം ഈ തരുന്ന സുമനസ്സുകളുടെ അവർ നമ്മൾക്ക് സമർപ്പിക്കുന്ന സ്നേഹ സമ്മാനം നിങ്ങൾക്കും അതിലൊരു പങ്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. നിലമ്പൂർ സ്നേഹാലയത്തിനെ സഹായിക്കാൻ അല്ലെങ്കിൽ പാഞ്ചജന്യം ട്രസ്റ്റിൽ വെച്ച് നടത്തുന്ന നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന വിവാഹങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്ഷണ ആവശ്യങ്ങൾക്കൊക്കെ സഹായം നൽകാൻ താല്പര്യമുള്ള സ്നേഹനിധികളായ സുമനസ്സുകൾ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. 9895357069 എന്നാണ്. വിവാഹം ദൈവത്തിൻ്റെ വരദാനമാണ്. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ കുട്ടികളെ വിവാഹമായി ബന്ധപ്പെട്ട് പെണ്ണ് കാണാനായിട്ടും അല്ലെങ്കിൽ ചെക്കന്മാർക്ക് പെൺകുട്ടികളെ കിട്ടാത്തതുമായ ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് ഹിന്ദു മത വിശ്വാസികളുടെ ഇടയിൽ. കാരണം സ്നേഹാലയത്തിൽ തന്നെ ഒട്ടനവധി ആളുകൾ ഒരു വിവാഹത്തിന് കുട്ടിയുടെ ജാതിയും ജാതകമൊന്നും നിർബന്ധമല്ല, ഒരു കുട്ടിയായാൽ മതി, സൽസ്വഭാവിയായ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ സ്നേഹാലയത്തിലേക്ക് സമീപിക്കാറുണ്ട്. അതുകൊണ്ട് വിവാഹം മനസ്സിനിണങ്ങിയ ആൺകുട്ടികളെ കിട്ടാനോ അല്ലെങ്കിൽ പെൺകുട്ടികളെ കിട്ടാനോ ഒക്കെ സ്നേഹാലയത്തിൽ കിട്ടുന്ന ബയോഡറ്റകൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ സൗജന്യ രജിസ്ട്രേഷനാണ് നിലമ്പൂർ സ്നേഹാലയത്തിലെ വിവാഹത്തിൻ്റെ. ആർക്കും സ്നേഹാലയത്തിൻ്റെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബയോഡറ്റകൾ അയക്കാം. അതിന് അനുസരിച്ചുള്ള വിവാഹം ആലോചനകൾ വന്നാൽ ഓഫീസിൽ നിന്ന് നിങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും. ഒരു വഴിപാടായിട്ട് എല്ലാവരും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ വിവാഹ ആവശ്യത്തിനുള്ള സഹായങ്ങളും അതുപോലെ തന്നെ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അന്നദാനവും നമ്മുടെ സ്നേഹാലയത്തിലെ 47 അംഗങ്ങൾക്കും പുറമേ പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഇവിടെ പൊതിച്ചോറ് വിതരണം നടക്കുന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ. അതിലേക്ക് നിങ്ങളുടെയും ഒരു നേരത്തെ ഭക്ഷണം തന്ന് സഹായിക്കാൻ ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സന്ദേശം പരമാവധി ഷെയർ ചെയ്യുക. കാരണം യൂട്യൂബിൽ വ്യൂസ് കൂട്ടുകയല്ല ഉദ്ദേശം, അറിയിക്കുന്ന ആളുകളുടെ ഇടയിൽ ഈ സന്ദേശം എത്തിക്കുക എന്നതാണ് നമ്മുടെ നിലമ്പൂർ സ്നേഹാലയം യൂട്യൂബ് ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം. എല്ലാവർക്കും ശുഭദിനം. നമസ്കാരം.